പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ പേര് ആക്ച്വലി എന്താണ് സംഭവിച്ചത്. ഓക്കെ, നമ്മൾ ബൈബിളിൽ നോക്കിയാൽ കർത്താവ് ഉപമകളിലൂടെയും ദൃഷ്ടാന്തങ്ങളിൽ കൂടെയും ഒക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പം അതുപോലെയല്ല, എന്നാലും ഏകദേശം അതുപോലെയുള്ള ചെറിയ ചെറിയ വ്യത്യസ്തമായ സംഭവങ്ങളും അതിൻ്റെ ആശയങ്ങളും അതാണ് എനിക്ക് ഇന്നിവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹമുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരാൾ നിന്ന് കാര്യമായിട്ട് പണിയെടുക്കുക. അപ്പോൾ അയാൾക്ക് എന്തോ ഒരു സാധനം ആവശ്യം വന്നു. അപ്പോൾ താഴെ നിൽക്കുന്ന ആളെ ഒന്ന് വിളിച്ചു. ഒരു 2-3 വട്ടം വിളിച്ചിട്ടും താഴെ നിൽക്കുന്ന ആള് കേൾക്കുന്നില്ല. അപ്പോൾ പുള്ളി പെട്ടെന്നൊരു ഐഡിയ തോന്നി. പുള്ളിയുടെ പോക്കറ്റിലൊരു കോയിൻ ഉണ്ടായിരുന്നു. ആ കോയിൻ എടുത്ത് താഴോട്ടിട്ടു. ആ കോയിൻ കറക്റ്റ് വന്ന് വീണത് താഴെ നിന്ന് പുള്ളിയുടെ ഫ്രണ്ടിലായിരുന്നു. ആ കോയിൻ കണ്ട ഉടനെ തന്നെ പുള്ളി അതെടുത്ത് പോക്കറ്റിലിട്ടു. അതെവിടെന്നാ വന്നതെന്നൊന്നും പുള്ളി നോക്കിയില്ല. ഓക്കെ, അപ്പം ഇത് കണ്ടപ്പോൾ മുകളിൽ നിൽക്കുന്ന ആൾക്ക് ഇച്ചിരി ദേഷ്യം വന്നു. കുറേ നേരമായിട്ട് വിളിക്കുന്നു, കോയിൻ എടുത്ത് എറിഞ്ഞിട്ടും പുള്ളി മുകളിലോട്ട് നോക്കുന്നില്ല. അപ്പോൾ പുള്ളിയുടെ അടുത്ത് നിന്നൊരു ചെറിയൊരു കല്ലിൻ്റെ പൊട്ടുകഷ്ണം എടുത്ത് താഴോട്ടിട്ടു. അത് കറക്റ്റ് ആ പുള്ളിയുടെ തലയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ഈ കല്ല് എവിടെന്നാ വന്നതെന്ന് നോക്കാൻ മുകളിലോട്ട് നോക്കി. അപ്പം ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു കോയിൻ താഴെ ഇട്ടപ്പോൾ ആള് നോക്കിയില്ല. അതങ്ങ് നോക്കിയിരുന്നെങ്കിൽ പിന്നീട് ആ എയർ കിട്ടത്തില്ലായിരുന്നു. പക്ഷേ ആ കോയിൻ താഴോട്ട് വീണു. അതെവിടെന്നാ വന്നതെന്ന് നോക്കാത്ത ആള് ആ എയർ കിട്ടിയപ്പോൾ മുകളിലോട്ട് നോക്കി. ഇതുപോലെ തന്നെയാണ് പല മനുഷ്യരും. അതായത് ദൈവത്തിൽ നിന്ന് അവർക്ക് അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ കിട്ടുമ്പോൾ ഇതെവിടെന്നാ വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ദൈവത്തെ നോക്കാനൊന്നും സമയമില്ല. അതേസമയം അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ കഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അവർക്ക് ദൈവത്തെ നോക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഉപവാസമായി, പ്രാർത്ഥനയായി, അങ്ങനെയായി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തോട് അടുത്ത് വസിക്കുന്നവരായിരിക്കണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ആദ്യത്തെ ഒരു സംഭവം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത് വേറൊരു സംഭവം. ഒരു വഴി കൂടെ രണ്ടുപേരിങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. കുറച്ചിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു വീട്ടിൽ സിറ്റ് ഔട്ടിൽ അവിടെ ഇങ്ങനെ ഒരു അലമാര 2 പേര് ചേർന്ന് പുറത്തോട്ട് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഇവർക്ക് 2 പേർക്കൊന്ന് സഹായിക്കാൻ തോന്നി. അവരുടെ അടുത്തോട്ട് ചെന്നിട്ട്, ഞങ്ങളും കൂടെ സഹായിക്കാം, നിങ്ങൾ അപ്പുറത്തെ വശം പിടിച്ചാൽ മതി, ഞങ്ങൾ ഇപ്പുറത്തെ വശം പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവർ സഹായിക്കാനൊക്കെ ചെന്നു. അവർക്കും അത് സന്തോഷമായി. അവർ എന്നിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കി. അപ്പോൾ ഈ അലമാര അനങ്ങുന്നില്ല. അപ്പം വീട്ടിലുള്ളവർ പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം, ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ അവർ വീണ്ടും ഒന്നുകൂടെ ശ്രമിച്ചു. എന്നിട്ടും അലമാര അവിടെ നിന്ന് അനങ്ങുന്നില്ല. അപ്പോൾ ആ വീട്ടിലെ ആൾ പറഞ്ഞു, ഞങ്ങൾ 2 പേര് ചേർന്ന് ഈ അലമാര എടുത്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഇതുവരെ വലിയ പ്രശ്നമില്ലാതെ ഞങ്ങൾ ഇവിടെ വന്ന്. പക്ഷെ ഇപ്പം നമ്മൾ 4 പേര് ശ്രമിച്ചിട്ടും ഇതൊന്നും അകത്തോട്ട് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഈ സഹായിക്കാൻ വന്നവർ പറയാ, ആഹാ, ഇത് അകത്തോട്ട് എടുക്കാനായിരുന്നോ, ഞങ്ങൾ പുറത്തോട്ട് എടുക്കാനാന്ന് വിചാരിച്ച് പുറത്തോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ആക്ച്വലി അവിടെ എന്താ സംഭവിച്ചത്? ഒരു അലമാരയുടെ 2 വശത്ത് നിന്ന് 2 പേര് അങ്ങോട്ടും 2 പേര് ഇങ്ങോട്ടും വലിച്ചോണ്ടിരുന്ന അലമാര അവിടെ നിന്ന് അനങ്ങുമോ? ഇല്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്നവരിൽ പലരും ഫിസിക്സ് ഒക്കെ പഠിച്ചവരായിരിക്കും. നമ്മളൊരു 25 ന്യൂട്ടൺ അവിടെ നിന്ന് ഇങ്ങോട്ടും 25 ന്യൂട്ടൺ ഇവിടെ നിന്ന് അങ്ങോട്ടും കൊടുത്താൽ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, അവിടെ 0 ഫോഴ്സാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരു 20 പേര് എടുക്കുകയാണെങ്കിൽ ഒരു 10 പേര് അങ്ങോട്ടും ഒരു 10 പേര് ഇങ്ങോട്ടും വലിച്ചാലും ഇവിടെ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഐക്യതയെ പറ്റിയാണ്. അത് ഇപ്പം നമ്മൾ ഒത്തിരി പേരുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല, ആളുകളുടെ എണ്ണത്തിൽ കാര്യമില്ല. ഈ ഉണ്ടാകുന്ന ആൾ അത്രയും പേര് ഐക്യതയോടെ ഒരുമിച്ച് ഒരു വശത്തോട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. ഇപ്പം വേറൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളൊരു ചൂലെടുക്കുക, ഒരു ഈർക്കിലി ചൂല്. അതിൽ ഒരു ഈർക്കിൽ വെച്ച് നമുക്ക് മുറ്റം അടിക്കാൻ നോക്കിയാൽ നമുക്ക് പറ്റത്തില്ല. അതേസമയം അതിൻ്റെ കൂടെ ഒരു 10-30 ഈർക്കിൽ ഒരുമിച്ച് കെട്ടിവെച്ചാൽ നമുക്ക് മുറ്റം അടിക്കാൻ എളുപ്പമാണ്. ആ ഈർക്കിലിൻ്റെ രൂപമോ ഘടനയോ ഒന്നും മാറ്റിയിട്ടല്ല, അതിൻ്റെ കൂടെ ഒരു 10-30 ഈർക്കിൽ ഒരുമിച്ച് ചേർത്ത് അത് ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് നമുക്ക് മുറ്റം അടിക്കാൻ പറ്റിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഐക്യതയോടെ ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് ഒരുമിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. അവിടെയാണ് നമുക്ക് വിജയം കാണാൻ പറ്റുന്നത്. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട്.
അപ്പോൾ ഇത് പറഞ്ഞു പോയ ഒരിതിൽ ഞാൻ ഒരു കഥ പെട്ടെന്ന് പറയാം. ഒരു ഒരാൾ ജോലി അന്വേഷിച്ച് ബോംബെയിലോട്ട് പോയി. അവിടെ ചെന്നിട്ട് ആൾ കഴിക്കാൻ കുടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് ആളുടെ ആരോഗ്യത്തിന് ശരിയായില്ല, അത് ആളുടെ വയറിന് ശരിയായില്ല. അപ്പോൾ ആൾ വിചാരിച്ചു ഡോക്ടറെ കാണിക്കാം. അവിടുത്തെ ഡോക്ടറെ തന്നെ കാണിച്ചു. ആൾക്ക് ഇങ്ങനെ ഹിന്ദി ഒന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ വെച്ച് ഡോക്ടറെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ ചോദിച്ചു ക്യാ ഹുവാ? അപ്പോൾ ആള് പറഞ്ഞു ഖായ പിയ ഗയ. അതായത് കഴിച്ചു കുടിച്ചു പോയി. പുള്ളിക്ക് അങ്ങനെ വേറൊന്നും പറയാൻ അറിയത്തില്ല, കഴിച്ചു കുടിച്ചു പോയി. ഈ നമ്മൾ നോക്കുകയാണെങ്കിലേ ചിലവർ ഈ ദശാംശം ചോദിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. കായ പിയ ഗയ, ഈ ഡയലോഗേ അവർക്കും പറയാനുള്ളൂ. കഴിച്ചു കുടിച്ചു പോയി, അത്രേ ഉള്ളൂ. അത് എല്ലാവർക്കും അതിനെപ്പറ്റിയൊക്കെ അറിയാമല്ലോ, അപ്പം ഞാൻ കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. ഓക്കെ, വേറൊരു കഥ. ഇന്ന് ഭയങ്കര അല്ല വേണ്ട, വേറൊരു കഥ പറയാം. ഓക്കെ, ഒരാളിങ്ങനെ ഒരു റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നടന്ന് കുറച്ചിങ്ങനെ പോയപ്പോൾ ഒരു പട്ടിയെ കണ്ടു. അപ്പം ആളിച്ചിരി ഒന്ന് പേടിച്ചു, എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആളിങ്ങനെ നടന്ന് ചെന്ന് പട്ടി ഇയാളെ കണ്ടപ്പോൾ പട്ടി ഇയാളുടെ നേരെ കുരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ പട്ടിയെ പേടിച്ച് ഓടി. ഇങ്ങനെ ഓടി പെട്ടെന്ന് ആൾക്ക് ഒരു ഐഡിയ തോന്നി പട്ടിയുടെ നേരെ തിരിച്ചോടാവുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? പട്ടിയുടെ നേരെ തിരിച്ചോടി. ഇപ്പോൾ പട്ടി ഇയാളെ കണ്ടങ്ങ് പേടിച്ചോടി. അപ്പോൾ ഇവിടെ എന്താ ആക്ച്വലി സംഭവിച്ചേ? പട്ടിയുടെ നേരെ ഓടിയപ്പോൾ പ്രശ്നമില്ല, ആൾക്ക് പേടിയില്ലാതെ പോയി. അതേസമയം പട്ടി ആദ്യം എന്ത് ചെയ്ത് ഇയാളുടെ നേരെ പോയപ്പോഴാണ് പേടി വന്നത്. ഇപ്പൊ ഭയങ്കര ആക്സിഡന്റലായിട്ട് ഇന്ന് സംഭവിച്ചൊരു കാര്യമാണ്. പാസ്റ്ററും പറഞ്ഞതും ജുവല് പറഞ്ഞതുമാണ് ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബ് 4:7 പറയുന്നു, ദൈവത്തിന് കീഴടങ്ങുൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതാണ് ഞാനിവിടെ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ പാപത്തിന്റെ പല പ്രവൃത്തികളും അല്ലെങ്കിൽ പിശാചിന്റെ പല പ്രവൃത്തികളും വന്നേക്കാം. പക്ഷെ അതിനോട് എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി ബോറടിപ്പിക്കാതെ ഞാൻ ഒരു കഥയും കൂടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ ഒരിടത്ത് ഒരു ആൻറ്റിയും അങ്കിളും ഉണ്ടായിരുന്നേ. അവർ തമ്മിലൊരു പ്രശ്നമുണ്ട്. ഈ ആൻറ്റിക്ക് ചെവി കേൾക്കത്തില്ല. അപ്പോൾ ഈ അങ്കിളാണെങ്കിൽ ഇങ്ങനെ പരാതിയാണ് എല്ലാവരോടും, ഈ ആൻറ്റിക്ക് ചെവി കേൾക്കത്തില്ല. അങ്കിളങ്ങ് ഭയങ്കര പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെയാണ്. എന്തുവാ ഡോക്ടറെ കാണിക്കാന്ന് വെച്ചാലോ ആൻറ്റി സമ്മതിക്കത്തില്ല. ആൻറ്റിയുടെ വിചാരം, ആൻറ്റി പറയുന്നത് എനിക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, ആൻറ്റി ഓക്കെ ക്ലിയർ ആണെന്നാണ്. അപ്പം എനിക്കറിയത്തില്ല, ഇവിടെ ഇരിക്കുന്ന പല അങ്കിൾമാരും ഇപ്പോൾ വിചാരിക്കുന്നത് ഇനി ഞങ്ങളുടെ കഥയാണോ എന്ന്. അങ്ങനെയൊന്നുമല്ല, എന്നാൽ ഞാൻ പറയാം, ഒന്നുകൂടെ ബാക്കിയൊന്ന് കേൾക്കണേ. അപ്പോൾ അങ്കിൾ പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കത്തില്ല, നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ പറഞ്ഞു നടക്കും, പക്ഷെ ആൻറ്റിയുടെ ഭാഗം ക്ലിയർ ആണെന്നാണ് ആൻറ്റി പറയുന്നത്. അപ്പോൾ അങ്കിള് നമുക്കൊന്ന് ഡോക്ടറെ കാണിച്ച് നോക്കാം, ഹിയറിംഗ് എയ്ഡിൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവർ തമ്മിൽ ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഹിയറിംഗ് എയ്ഡൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൻറ്റി സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്കിൾ വിചാരിച്ചെന്നാൽ ഞാനായിട്ട് പോയി ഒന്ന് ഡോക്ടറെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാമെന്ന്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് അങ്കിൾ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചു. ആൻറ്റിക്ക് ഇങ്ങനെയാണ്, ചെവി കേൾക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ആളെ നേരിട്ട് കാണാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഹിയറിംഗ് എയ്ഡ് അങ്ങനെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആദ്യം വീട്ടിൽ ചെന്നിട്ട് ഭാര്യയുടെ അടുത്ത് നിന്ന് ഒരു 3 മീറ്റർ അകലെ നിന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കുക. റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇച്ചിരി കൂടെ അടുത്ത് നിന്ന് ഒരു 2 മീറ്റർ അകലെ നിന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അതും പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കുക, റെസ്പോൺസ് എന്താന്ന് നോക്കാവുന്ന. അപ്പോൾ അങ്കിൾ ഇത് ഓക്കെ എന്നുള്ള രീതിയിൽ വീട്ടിൽ ചെന്നിട്ട് ആൻറ്റിയുടെ അടുത്ത് നിന്ന് ഒരു 3 മീറ്റർ അകലെ നിന്ന് എന്തോ കാര്യമായിട്ട് പറഞ്ഞു. റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോൾ ഇച്ചിരി കൂടെ അടുത്തോട്ട് നിന്ന് ഒരു 2 മീറ്റർ അകലെ നിന്നു. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ വീണ്ടും പറഞ്ഞു. അപ്പോഴും റെസ്പോൺസ് ഒന്നും ഇല്ല. അപ്പോൾ അങ്കിൾ എന്ത് ചെയ്തു? ആൻറ്റിയുടെ തൊട്ടടുത്ത് ചെന്ന് എന്നിട്ട് ഇതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ പെട്ടെന്ന് ആൻറ്റി ഇച്ചിരി ദേഷ്യപ്പെട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളോട് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇതേ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. നിങ്ങൾക്ക് ചെവി കേൾക്കാൻ മേലെങ്കിൽ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തൂടെ എന്ന് ചോദിച്ചു. അതായത് ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചത്? ചെവി കേൾക്കത്തില്ലായിരുന്നു, നാട്ടുകാരോടെല്ലാം പറഞ്ഞു നടന്നു, പക്ഷേ അത് ആൻറ്റിക്കല്ലായിരുന്നു, അത് അങ്കിളിനായിരുന്നു ചെവി കേൾക്കാത്തത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിൽ പലരും ഇതുപോലെ തന്നെയാണ്. നമ്മൾ പെർഫെക്റ്റ് ആണ്, നമ്മൾ 100% ഓക്കെ ആണ് എന്നാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്. പക്ഷേ അതങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ എനിക്ക് പറയാൻ ലാസ്റ്റ് എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ ഉള്ളത്, നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നമ്മളെ തന്നെ ക്രമീകരിച്ച് ജീവിച്ചാൽ ഒരു കുഴപ്പവുമില്ല, ആർക്കും ഒരു കുഴപ്പവുമില്ലാതെ നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രോഗ്രാം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.
താങ്ക് യു ഫേബ. നല്ല നല്ല കഥകളും നല്ല നല്ല എക്സ്പീരിയൻസിൽ കൂടെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച് തന്നതിന് നന്ദി.